കലോത്സവം നടക്കുകയല്ലേ, കലോത്സവത്തിൽ നിന്ന് എന്തെല്ലാം വിശേഷങ്ങൾ പറയാനുണ്ട് എന്നറിയാവോ? അപ്പോൾ കുട്ടികളുടെ പാട്ടും ഡാൻസും അവരുടെ കഴിവുകളും ഒക്കെ വന്ന് കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല ശരിക്കും കലോത്സവം, ആ വേദികളും അവിടുത്തെ കാഴ്ചകളും എന്നൊക്കെയുള്ള സന്തോഷം നൽകുന്ന, സ്നേഹം നൽകുന്ന, കൗതുകമുണർത്തുന്ന, കണ്ണ് നനയിക്കുന്ന കാഴ്ചകൾ കൂടി ഉണ്ടാകും ഓരോ കലോത്സവ വർഷങ്ങളിലും. ഇത്തവണയും അങ്ങനെ തന്നെയാണ്. ഇത്തവണ തൃശ്ശൂരെ ആ കലോത്സവത്തിന്റെ പൂരനഗരിയിൽ, കലോത്സവ കലയുടെ പൂരനഗരിയിൽ ഒരു അമ്മയും മകനെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. 89-ാം വയസ്സിൽ മകന്റെ കൈ പിടിച്ച് വീൽചെയറിൽ കൗമാര കലോത്സവം ആസ്വദിക്കുന്ന ഒരമ്മ. ശരീരം തളർന്ന അമ്മയ്ക്ക് ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനുള്ള മരുന്നായി മാറിയിരിക്കുകയാണ് ശരിക്കും ആ കലോത്സവം. തന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു നൽകുന്ന ഗുരുവായൂർ സ്വദേശിയായ മകന്റെയും ഭാഗ്യവതിയായ ഒരു അമ്മയുടെയും വിശേഷങ്ങൾ തന്നെ നമുക്ക് ആദ്യം കാണാം. സാവിത്രിയമ്മയും മകൻ രാജഗോപാലും കലോത്സവ വേദികളിൽ ഇന്ന് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ച. 89-കാരിയായ അമ്മയെ കലോത്സവം കാണിക്കാൻ കൊണ്ടുവന്നതാണ് ഈ മകൻ. കലോത്സവ വേദിയിലേക്ക് എങ്ങനെ എത്തിയത്? കലോത്സവം ഞാൻ പേപ്പറിലും ഇതിലൊക്കെ വന്നില്ല, ടി വിയിലൊക്കെ വന്നു. അപ്പം അമ്മയ്ക്ക് ഓട്ടം തുള്ളിൽ കാണാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് പണലൂർ ഗോപിനാഥ് സാറിൻ്റെ വീട്ടിലെ കളരിയിൽ ഞാൻ പോകാറുണ്ട് അമ്മയും കൊണ്ടിട്ട്. അപ്പോൾ അത് പോയിട്ട് ഇടയ്ക്ക് കൊണ്ടുപോയി കാണിക്കും. അപ്പോൾ ഇന്നിവിടെ സാറിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അപ്പോൾ അത് കാണിച്ചു കൊടുക്കാച്ചിൻ്റെ കൂടി വന്നത് അമ്മയായിട്ട് കാലത്ത്. താല്പര്യമുണ്ട് അമ്മയ്ക്ക്. ഇപ്പം അമ്മയ്ക്ക് ദിവസം കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ യാത്ര പോകണ്ടോ എന്ന് ചോദിക്കാനോട്. ചെറിയ കുട്ടികളെ മാതിരി അമ്മ. സാധാരണ ഇപ്പം എൻ്റെ അമ്മ എന്നെ എടുത്ത് നടന്ന മാതിരി ഇപ്പം അമ്മയെ എടുത്ത് നടക്കണു. ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങൾ പേറിയ ശേഷമാണ് ഈ യാത്ര തുടങ്ങിയത്. കുട്ടികൾക്കൊപ്പം ഇടപഴകുമ്പോൾ, അവരുടെ കലാപ്രകടനങ്ങൾ കണ്ട് മനസ്സ് നിറയുമ്പോൾ ഈ അമ്മയുടെ ചെറുപ്പം വർദ്ധിക്കുകയാണ്. ഇപ്പോൾ വീട്ടിലിപ്പോൾ അച്ഛൻ മരിച്ചു, ചേട്ടൻ മരിച്ചു, ചേച്ചി മരിച്ചു, പെങ്ങളുടെ കുട്ടി മരിച്ചു. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുമ്പോൾ ആകെ ഒരു ഡൗൺ ആയിരിക്കുന്ന സമയത്താണ് ഈ യാത്രയിൽ കൂടുതലൊരു മാറ്റങ്ങൾ അമ്മയ്ക്ക് മാറ്റുന്നത്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, മുഖത്തിൻ്റെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ എനിക്ക് സന്തോഷമായിരിക്കും ഇപ്പോൾ. അത് തുള്ളൽ അത്രയ്ക്ക് ഇഷ്ടമാണോ? ഒന്ന് കാണാൻ തന്നെ വല്ലപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് വന്നാ വേണ്ടേ. മകൻ എപ്പോഴും കൂടെ ഉണ്ടല്ലേ? മകൻ എപ്പോഴും ഉണ്ടാവും. മകനാണ് എൻ്റെ ആള്. ഇനിയും ഒരുപാട് യാത്രകൾ നടത്താനുണ്ട്, കാഴ്ചകൾ കാണാനുണ്ട് സാവിത്രി അമ്മയ്ക്കും മകൻ രാജഗോപാലിനും. ആ യാത്ര തുടരുകയാണ്. ഇനിയും ഒരുപാട് മുന്നേറാൻ. സുജി പട്ടാമിക്കൊപ്പം കലോത്സവ നഗരിയിൽ നിന്നും MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്. MS ലിഷോയ് തന്നെ തത്സമയം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ലിഷോയ് തന്നെ ആ സ്റ്റോറിയിൽ ആദ്യം പറയുന്നുണ്ട് ഇന്ന് കണ്ട ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് ഇത് എന്നുള്ളത്. ശരിക്കും ഞാൻ അമ്മയെക്കുറിച്ചും ആ മകനെക്കുറിച്ചും ഒക്കെ ആലോചിക്കുമായിരുന്നു. അത്രത്തോളം ഭാഗ്യം ചെയ്ത ഒരു അമ്മയാണല്ലേ. കാരണം പ്രായത്തിൻ്റെതായിട്ടുള്ള എല്ലാ അവശതകളുമുണ്ട്, അതിൻ്റെതായിട്ടുള്ള അസുഖങ്ങളുണ്ട്. എന്നിട്ടും ഒരിടത്തേക്ക് മാത്രം ഒതുക്കി നിൽക്കാതെ യാത്രകൾക്കെല്ലാം അമ്മയും കൂടെ കൂട്ടുന്നുണ്ടല്ലോ. ഈ കലോത്സവം തന്നെ എന്തുമാത്രം തിരക്കുള്ള ഇടമാണ്. എല്ലാം ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ട്. ആ മകൻ അത്രത്തോളം അമ്മയെ ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതാണ്. ശരിക്കും ആ കലോത്സവ നഗരിയിൽ എത്തുന്ന ഓരോ കുട്ടികളെക്കാട്ടിലും ചെറുപ്പമായി മാറുകയാണല്ലേ സാവിത്രി അമ്മ? അതെ, അതായത് സാവിത്രിയമ്മയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സാവിത്രിയമ്മ സ്ട്രോക്ക് വന്ന് ശരീരം പൂർണ്ണമായും തളർന്ന് അനങ്ങാൻ പോലും കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് എത്തിയതാണ്. വളരെയേറെ വിഷമതകൾ അനുഭവിച്ച് വന്ന ഒരു കാലമായിരുന്നു. അങ്ങനെ ഉള്ളൊരു സമയത്താണ് ഡോക്ടർ പറയുന്നത് ഇത്തരത്തിൽ മുഴുവൻ സമയവും ഇങ്ങനെ വീടിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ സാവിത്രിയമ്മയ്ക്ക് ഒരുപക്ഷെ തിരികെ ജീവിതത്തിലേക്ക് പഴയതുപോലെ എത്താൻ സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ മകൻ ഒരു തീരുമാനമെടുക്കുകയാണ് ഇത്തരത്തിൽ അമ്മയോടൊപ്പം അമ്മയ്ക്ക് കാണാൻ ആഗ്രഹമുള്ള എല്ലായിടത്തേക്കും കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ പലയിടങ്ങളിലേക്കും യാത്ര പോയിട്ടുണ്ട്. കുറച്ച് നാളുകൾക്ക് മുൻപ് പുത്തൂർ സുവോളജിക്കൽ പാർക്കിൻ്റെ ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ സാവിത്രിയമ്മ രാമനിലയത്തിലേക്ക് എത്തിയിരുന്നു. രാമനിലയത്തിലെത്തി മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയും കൈകൊടുക്കുകയും ഒക്കെ ചെയ്ത അന്നത്തെ ആ ഒരു വീഡിയോ വളരെയേറെ നമ്മളെ ഉൾപ്പെടെ വാർത്തയൊക്കെ ആക്കിയിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മഞ്ജു വാര്യരെ കാണാൻ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാനൊക്കെയായി സാവിത്രിയമ്മയ്ക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹങ്ങളൊക്കെ മകൻ സാധിച്ചു നൽകുകയാണ്. മാത്രമല്ല ആ മകൻ കല്യാണം കഴിച്ചിട്ടില്ല, മാത്രമല്ല
മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമയവും അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ്, ജോലി ഉപേക്ഷിച്ചു. ഇതൊക്കെ തന്നെ അമ്മയുടെ ഒരു സന്തോഷത്തിന് വേണ്ടി അങ്ങനെ ചെയ്ത ഒരു കാര്യമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾക്കൊരു ജീവിതം വേറെ ഏതെങ്കിലും തരത്തിലേക്ക് ഒരു സ്വന്തമായൊരു മറ്റ് തരത്തിലുള്ളൊരു ജീവിതമൊക്കെ തന്നെ വേണ്ടേ എന്നുള്ളൊരു കാര്യം ചോദിച്ചു. ആ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മയെ ഏറ്റവും സന്തോഷത്തോടു കൂടി നോക്കണം, അങ്ങനെ ആണ് മുന്നോട്ട് പോകേണ്ടത്, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണിച്ചു കൊടുക്കണം, അതാണ് എൻ്റെ ജീവിതം, അതാണ് എൻ്റെ സന്തോഷം എന്നാണ് ആ മകൻ പറഞ്ഞത്. എന്തായാലും എല്ലാവരുടെയും ഉള്ളിൽ തൊടുന്നൊരു മറുപടിയായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്. എന്തായാലും അതിമനോഹരമായൊരു കാഴ്ച തന്നെയായിരുന്നു. അതെ, തീർച്ചയായിട്ടും ശരിയാണ് ലിഷോയ്. അപ്പോൾ ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ അങ്ങനെയാണ്, എന്തുമാത്രം സന്ദേശങ്ങൾ അടങ്ങിയതാണല്ലേ, വലിയൊരു സന്ദേശം നൽകുന്നുണ്ട്, സന്തോഷവും സ്നേഹവും നമ്മുടെ കണ്ണ് നിറയ്ക്കുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ശരിയാണ്. പക്ഷെ ഇത്രയും ഭാഗ്യം ചെയ്ത ഒരു അമ്മയ്ക്കൊപ്പമുള്ള ഒരു മകൻ, അവിടെ എത്തുന്ന ഓരോരുത്തർക്കും മാതൃകയാകുന്ന തരത്തിൽ ഇവർ രണ്ടുപേരും, ലിഷോയാണ് ആ ഒരു കാഴ്ച നമ്മളിലേക്ക് എത്തിച്ചത്. എന്നും ഇതേപോലെ ചേർത്ത് പിടിക്കാനാകട്ടെ. ഇതൊക്കെയല്ലേ പരസ്പര സ്നേഹം എന്ന് പറയുന്നത്. ഇപ്പോഴത്തേക്ക് മാറ്റി നിർത്തിപ്പെടുന്ന ഒരു കാലത്ത്, വയസ്സായാലും എല്ലാവരെയും മാറ്റി നിർത്തപ്പെടുന്ന, സ്വന്തം കാര്യങ്ങൾക്ക് മാത്രം മുന്നിലേക്കിടുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു അമ്മയും മകനെയും നമ്മൾ വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്നു എന്നുള്ളതാണ് അത്രയ്ക്ക് സന്തോഷം നൽകുന്ന ഒരു കാഴ്ച തന്നെയാണ്. ശരി ലിഷോയ്, കലോത്സവ നഗരിയിൽ നിന്നാണ് നമ്മളിത് സംസാരിച്ചത്.